നിങ്ങളുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു. ഇനിയുള്ളത് വെറും ബോണസ് ലൈഫ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയ്ക്ക് നൽകിയ മുന്നറിയിപ്പ് കേട്ടാൽ ഏതൊരു ഹോളിവുഡ് വില്ലനും ഒന്നു ഞെട്ടും. ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ നാടകങ്ങൾക്ക് തിരശ്ശീല ഉയർത്തിക്കൊണ്ട് ട്രംപ് വീണ്ടും കളത്തിലിറങ്ങിയപ്പോൾ അന്താരാഷ്ട്ര നയതന്ത്രം ഒരു സസ്പെൻസ് ത്രില്ലറായി ഇവിടെ മാറിക്കഴിഞ്ഞു. മഡൂറോയുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു എന്ന് പ്രഖ്യാപിച്ച ട്രംപ് അടുത്ത ചോദ്യത്തിൽ സസ്പെൻസ് കിങ് ആയി മാറി. വെനസ്വേലയിലേക്ക് അമേരിക്കൻ സൈന്യം പോകുമോ എന്ന ചോദ്യത്തിന് ഞാൻ അനുകൂലമോ അനിഷേധ്യമോ ആകാൻ ആഗ്രഹിക്കുന്നില്ല എന്നായിരുന്നു മറുപടി. മലയാള സിനിമാ സ്റ്റൈലിൽ പറഞ്ഞാൽ ആ കാര്യത്തിൽ ഞാൻ ഇപ്പോൾ ഒരു തീരുമാനവും പറയുന്നില്ല, എല്ലാം സമയമാകുമ്പോൾ നിങ്ങൾ അറിയും. അതായത് സംഭവം നടക്കുമ്പോൾ മാത്രം നോക്കിയാൽ മതിയെന്ന്. ട്രംപിന്റെ ഈ ഭീഷണി വെറും വാക്കല്ലെന്ന് തെളിയിക്കാൻ അമേരിക്കൻ നേവിയുടെ F-18 യുദ്ധവിമാനങ്ങൾ വെനസ്വേലൻ ഉൾക്കടലിന് മുകളിലൂടെ ഒരു പ്രകടന പറക്കൽ നടത്തിയിരുന്നു. എന്നാൽ ഇത് മഡൂറോയെ പേടിപ്പിക്കാൻ നടത്തിയ ഒരു എയർ ഷോ ആണോ അതോ പൈലറ്റുമാർക്ക് ആ രാജ്യത്തിന് മുകളിലൂടെ ഒന്ന് കറങ്ങണമെന്ന് തോന്നിയതാണോ എന്ന് വ്യക്തമല്ല. ഇതിനിടയിൽ മുൻ പ്രസിഡന്റ് ജോ ബൈഡനെ ട്രോളിയില്ലെങ്കിൽ ഉറക്കം വരാത്ത ട്രംപ് ബൈഡൻ ഒരു താഴ്ന്ന IQ വ്യക്തിയാണെന്നും മഡൂറോ ജയിലിൽ നിന്നുള്ള ക്രിമിനലുകളെ അമേരിക്കയിലേക്ക് അയക്കുന്നു എന്നും ആരോപിച്ചു. എന്നാൽ ട്രംപിന്റെ ഈ വിദേശ സിനിമാ സ്റ്റൈൽ ഭീഷണികൾക്ക് വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയ്ക്ക് മുന്നിൽ വലിയ സ്ഥാനമില്ല. ഈ വെല്ലുവിളികളെ ഫിദൽ കാസ്ട്രോയെ 600-ലധികം തവണ വധിക്കാൻ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ട അമേരിക്കയുടെ അതേ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഭ്രാന്തായി മാത്രമേ മഡൂറോ ഭരണകൂടവും കാണുന്നുള്ളൂ. പതിറ്റാണ്ടുകളോളം വിയറ്റ്നാം തുടച്ചു നീക്കാൻ അമേരിക്കൻ സാമ്രാജ്യത്വം നടത്തിയ ശ്രമങ്ങളെ അതിജീവിച്ച കമ്മ്യൂണിസ്റ്റ് രക്തമുള്ള ഒരു നേതാവാണ് മഡൂറോ. അതുകൊണ്ട് ട്രംപിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു എന്ന മുന്നറിയിപ്പുകൾ മുതലാളിത്ത ലോകത്തിന്റെ പൊള്ളയായ വെല്ലുവിളികൾ മാത്രമായേ ഈ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രത്തിന് കാണാനാകൂ. കാരണം വിയറ്റ്നാമിൽ സംഭവിച്ചതുപോലെ കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങളിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു രാജ്യത്തെ കീഴ്പ്പെടുത്താൻ ഭീഷണികൾക്ക് കഴിയില്ലെന്ന് ചരിത്രം ആവർത്തിച്ച് തെളിയിക്കും.